രാമ സീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ ഏവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനം ആദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജ, ലക്ഷ്മി ഭഗവതി ലോകമായാപര. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതു ഈശ്വരനാദ്യനുള്ള ജന്മരമാത്മാവ് സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. വൈവസ്വതൻ മനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതും ഈ രാഘവൻ. മധുനിധി മദനെ കൊണ്ട് മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതും ഈ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഖൃഷ്ടിയായി തേറ്റ മേൽധോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. നിൻഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യശിബുധൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ട് അർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോട് അവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന് അതിഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു. മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നേടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ, നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ, രാവണൻ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് കാരണം മന്ധരയല്ല കൈകേയിയല്ല ആരും
ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നൊടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിനിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടു രാഘവൻ താൻ അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിൽ എല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുവേ. രാമരാമേതി ജപിപ്പിൻ എല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികൾ ഒന്നുമേ സിദ്ധിക്കയില്ല. അതേ അല്ല കൈവല്യവും സിദ്ധിക്കും ഏവനും. എന്നത് നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഹൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ മറൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശൻ മാറി മനുഷ്യനായി ഈശ്വരൻ രാമവിഷയവണ്ണം അരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനപരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുങ്ങിനാരേവരും. രാമസീതാരഹസ്യം മുകുരീദൃശ്യം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു വ്യക്തിയും ആമയനാശവും സിദ്ധിക്കും ഏവനും. ഗോപനീയം രഹസ്യം വരം ഈ ദൃശ്യം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നതോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും രാമ 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 രമണീയ വിഗ്രഹ നമോ തുതേ.